സ്റ്റുഡൻസ്, വെൽക്കം ടു ദി കെമിസ്ട്രി ടീച്ചർ ജോസ്ന. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയുടെ ബേസിക് ലെവൽ തൊട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് അറിയേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് കെമിസ്ട്രി. വാട്ട് ഈസ് കെമിസ്ട്രി? കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു മാറ്ററിനെ കുറിച്ച് പഠിക്കുന്നതും അതിന് വരുന്ന ചേഞ്ചസുകളെ കുറിച്ച് പഠിക്കുന്നതുമാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ചോദിക്കാൻ പോകുന്നത് എന്താണ് ഈ മാറ്റർ എന്നായിരിക്കും. സോ നമുക്ക് മാറ്ററിനെ പറ്റി പഠിക്കാം. എന്താണ് മാറ്റർ? മാറ്റർ എന്ന് പറയുന്നതിന് രണ്ട് പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടി മാസ്, സെക്കൻഡ് പ്രോപ്പർട്ടി സ്പേസ്. മാസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര എമൗണ്ട് മാറ്റർ ആണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ളതിനെയാണ് മാസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോണിന് ഒരു ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോൺ ഉണ്ടാവും, അതിനൊരു ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ടാവും, അതിരിക്കാൻ ഒരു ഇടം വേണം, ഒരു സ്പേസും വേണം. അപ്പോൾ ആ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു മാറ്റർ ആണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തൊരു കാര്യം എടുത്താലും അത് മാറ്റർ ആണ്. ഇപ്പോൾ എയർ ആയാലും വാട്ടർ ആയാലും ഐസ് ആയാലും ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റോൺ ആയാലും വുഡ് ആയാലും മെറ്റൽ ആയാലും അങ്ങനെ നമ്മുടെ ചുറ്റുപാട് ഇരിക്കാൻ ആവശ്യമായുള്ള ഒരു സ്പേസും വേണം. മാസുമുള്ള ഏതൊരു മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? മാറ്റർ ആണ്. സോ മാറ്ററിന് ഫസ്റ്റ് വരേണ്ട പ്രോപ്പർട്ടി ആണ് മാസ്. മാസിന് എന്താണ്? ഫിക്സ്ഡ് കണ്ടെയ്ൻസ് മാറ്റർ ആണ്. ദെൻ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇരിക്കാൻ ഒരു ഫിക്സ്ഡ് സ്പേസ് വേണം. സോ ഈ രണ്ട് പ്രോപ്പർട്ടിയുമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് പറയാം? മാറ്റർ എന്ന് പറയാം. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മാറ്ററിന്റെ 3 സ്റ്റേറ്റുകളാണ്. ഈ മാറ്ററിന് 3 സ്റ്റേറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ്, തേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റേറ്റ്. എന്താണ് സോളിഡ് സ്റ്റേറ്റ്? സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സ്ഡ് വോളിയവും ഫിക്സ്ഡ് ഷേപ്പുമുള്ള ഏതൊരു മാറ്ററിനെയും നമ്മൾ സോളിഡ് മാറ്റർ എന്നാണ് വിളിക്കുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോൺ, ഐസ്, ഈ രണ്ടിനും എന്തുണ്ട്? ഫിക്സ്ഡ് ആയിട്ടുള്ള വോളിയവും ഉണ്ട്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഷേപ്പും ഉണ്ട്. സോ ഫിക്സ്ഡ് ആയിട്ടുള്ള ഷേപ്പും ഫിക്സ്ഡ് ആയിട്ടുള്ള വോളിയമുള്ള ഏതൊരു മാറ്ററിനെയും നമ്മൾ സോളിഡ് മാറ്റർ എന്ന് വിളിക്കും. നെക്സ്റ്റ് ആണ് ലിക്വിഡ് മാറ്റർ. എന്താണ് ലിക്വിഡ് മാറ്റർ? ലിക്വിഡ് മാറ്ററിന് എക്സാമ്പിൾ ആണ് വാട്ടർ, മിൽക്ക്. എന്തുകൊണ്ടാണ് ലിക്വിഡ് സ്റ്റേറ്റിന് വാട്ടർ, മിൽക്ക് എക്സാമ്പിൾ വന്നേ? ഇവയ്ക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ടായിരിക്കും, പക്ഷെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടായിരിക്കത്തില്ല. കാരണം ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത്രയും വോളിയം വാട്ടർ ആ ഗ്ലാസ്സിലുണ്ട്, പക്ഷെ ആ വോളിയം ഓഫ് വാട്ടറിന് ഷേപ്പ് ഉണ്ടോ? നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ലിക്വിഡ് മാറ്റേഴ്സ് എന്ന് വിളിക്കും. സോ നമ്മളുടെ ലിക്വിഡ് മാറ്റേഴ്സിന് ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസ് എന്താ? ഫിക്സ്ഡ് വോളിയം ഉണ്ട്, നോ ഫിക്സ്ഡ് ഷേപ്പ്. ഇനി അടുത്തതാണ് ഗ്യാസ് സ്റ്റേറ്റ്. ഗ്യാസ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ് എന്ത്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. അതായത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഓക്സിജനെയോ ഔട്ടേക്ക് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയോ നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം അതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു വോളിയവും ഇല്ല, ഫിക്സ്ഡ് ആയിട്ടൊരു ഷേപ്പും ഇല്ല. അങ്ങനെയുള്ള മാറ്റേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗ്യാസ് മാറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ the gas matters have no fixed volume, no fixed shape.
മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു മാറ്റർ എന്താന്ന് ഡിസ്കസ് ചെയ്തു. മാറ്ററിന് വേണ്ട പ്രോപ്പർട്ടീസ് ആണ് മാസും സ്പേസും. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ള മാറ്ററിനെ നമ്മൾ 3 സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റ്. ദെൻ അതിന് എക്സാമ്പിൾ ആണ് സോളിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ് സ്റ്റോൺ, ഐസ്. ലിക്വിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ് വാട്ടർ, മിൽക്ക്. ഗ്യാസ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സോ ഞാനൊരു ക്വസ്റ്റ്യൻ തരാണ് നിങ്ങൾക്ക്. ഈ 3 സ്റ്റേറ്റും കാണാൻ പറ്റുന്ന ഒരു മാറ്റർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആ മാറ്റർ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. സോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.